ദൈവത്തിന് സ്തോത്രം. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ യാഗസമർപ്പണത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ ദൈവം നൽകുന്നുണ്ട്. പുരോഹിതൻ സകലവും യാഗപീഠത്തിൽ ഹോമയാഗമായി സമർപ്പിക്കണമെന്നാണ് 9-ാം വാക്യത്തിലെ നിർദ്ദേശം. പുരോഹിതൻ ദഹനബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി എല്ലാം ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് ദൈവസന്നിധിയിലെ പരിപൂർണ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. പഴയ നിയമകാലത്ത് ബലിമൃഗങ്ങൾ നിർബന്ധപൂർവം യാഗമായി തീരുകയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവജനം ജീവനുള്ള യാഗമായി സ്വയം സമർപ്പിക്കുകയാണ്. റോമലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എല്ലാ യാഗങ്ങളും ദൈവപ്രീതിക്കും ദൈവത്തിന് സുഗന്ധവാസനയായി തീരുവാനുമായിട്ടാണ് സമർപ്പിച്ചിരുന്നത്. ദൈവസന്നിധിയിലെ നമ്മുടെ സ്തോത്രബലികളും സമർപ്പണവും ആളുകളുടെ ആദരവ് നേടാനും ഭക്തിപ്രകടനങ്ങൾക്കുമായിരിക്കരുത്. ദൈവത്തിന് പ്രീതികരവും പ്രസാദാത്മകവുമാകണമെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും ആത്മാവിലും സത്യത്തിലുമുള്ള സമർപ്പണമായിരിക്കണം. 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവസന്നിധിയിൽ ആത്മസമർപ്പണം നടത്തുമ്പോൾ നമ്മുടെ ഇല്ലായ്മയും പരിമിതികളും ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. വലിയ ഭൗതിക വഴിപാടുകൾ കഴിക്കുന്നവരെയും അവർക്ക് ലഭിക്കുന്ന പ്രശംസയും പ്രത്യേക സ്ഥാനമാനങ്ങളും കണ്ട് ഒരിക്കലും അപകർഷതാബോധം തോന്നരുത്. നമ്മുടെ ഹൃദയപൂർവമായ സമർപ്പണത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ സ്നേഹപൂർവം നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. ദഹന ബലിയായി പക്ഷിയെയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് ചങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. കാളകൾ ബലിയായി സമർപ്പിക്കപ്പെടുന്ന അതേ ബലിപീഠത്തിൽ ചങ്ങാലിയും പ്രാവിൻ കുഞ്ഞും സ്വീകാര്യമായിരുന്നു. പഴയ നിയമ പുരോഹിതർ ദഹനബലിയോടെ ആയിരുന്നു ഓരോ ദിവസത്തെയും യാഗം ആരംഭിച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 42-ാം വാക്യം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹന ബലിയാണ് ഇത്. നമ്മളെയും നമുക്കുള്ള സർവ്വത്തെയും ദൈവസന്നിധിയിൽ അനുദിനം സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്തോത്ര ബലികളിൽ പ്രീതിപ്പെടും. ഈ സമർപ്പണ മർമ്മമാണ് മിസ്റ്റിക് പോയറ്റായ മോർ അപ്രേം ഹൃദയഹാരിയായ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദനെ അൻപോട് കൈക്കൊണ്ടിടണമേ. ഹൃദയ അൾത്താരയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിന് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാനവും മഹത്വവും ഇടപെടാതെ കരയേറ്റുവാനുള്ള നിയോഗമാണ് രാജകീയ പുരോഹിതവർഗമായ നമുക്കുള്ളത്. ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ രഹസ്യത്തിലുള്ള പിതാവിനോട് ഉള്ളവും ഉള്ളതും പങ്കുവച്ച് ആത്മസമർപ്പണം നടത്തണമെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. മത്തായി 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ബലിവസ്തുക്കളുമായി നമ്മുടെ ഹൃദയ ദേവാലയത്തിൽ നമുക്ക് ദിനം തോറും കടന്നു ചെല്ലാം. 50-ാം സങ്കീർത്തനം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. 51-ാം സങ്കീർത്തനം, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അവിടുന്ന് നിരസിക്കുകയില്ല. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ്.